Learn boxing from scratch, day 23. Let's go. എടാ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഡയഗണൽ റൈറ്റ് എങ്ങനെയാണ് പഠിപ്പിക്കുന്നതാണ്. സോ അത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലീഡിംഗ് ലെഗിന് അവിടെ ഒരു പോയിന്റ്, ദെൻ ഹെഡിൻ്റെ അവിടെ ഒരു പോയിന്റ്, ദെൻ നമ്മുടെ ബാക്ക് ലെഗിന് അവിടെ ഒരു പോയിന്റ്. സോ 1, 2 and 3. ഞാൻ ഇവിടെയും ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അവിടെ നമ്മൾ ഡയഗണൽ റൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലീഡിംഗ് ലെഗ് ഡയഗണലായിട്ട് നമ്മൾ മൂവ് ചെയ്യും. സോ ഈ ഡയഗണലായിട്ട് മൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാലൻസും നിങ്ങളുടെ ലെഗിൻ്റെ ലെങ്തും അനുസരിച്ച് നിങ്ങൾ അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾ പിന്നെ അത് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പോയിന്റ് ഇപ്പോൾ തന്നെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഈസി ആയിരിക്കും സെയിം പോയിന്റിൽ മൂവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എടാ നമുക്കൊരു ചെറിയ ഡെമോ ചെയ്ത് നോക്കാം. സോ ഡയഗണൽ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. സോ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ ഒരു റൈറ്റ് പഞ്ച് ചെയ്യുമ്പോൾ അവൻ്റെ പഞ്ച് മിസ് ചെയ്തിട്ട് ഇവിടുന്ന് ഞാൻ മൂവ് ചെയ്യുമ്പോൾ ഡയഗണലി മൂവ് ചെയ്യുമ്പോൾ ആ പഞ്ച് ഓൾറെഡി മിസ്സായി കഴിഞ്ഞു. എന്നിട്ട് എനിക്ക് അവനെ ഹിറ്റ് ചെയ്യണം. സോ മിസ് ആൻഡ് ഹിറ്റ്സ്. എടാ സൈഡ് വ്യൂവിൽ നോക്കാം. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഞാൻ എൻ്റെ ബാക്കിലൊക്കെ റീച്ചിന് വേണ്ടി മാക്സിമം മുമ്പോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല എൻ്റെ ബോഡി വെയിറ്റ് ഞാൻ എൻ്റെ ലീഡിങ് ലെഗിലാണ് കൊടുക്കുന്നത്. സോ പിന്നെ എൻ്റെ പഞ്ച് സ്ട്രെയിറ്റ് ആണ്. എടാ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി ചെയ്യാൻ പറ്റും. എടാ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡയഗണൽ ലെഫ്റ്റും അതിൻ്റെ കുറച്ച് കോമ്പിനേഷൻസ് നോക്കാം. ഓക്കെ, ബൈ.